ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സ്പൈസിയായ അടിപൊളി തേങ്ങ വറുത്തരച്ച ഞണ്ട് കറിയാണ്. ഇതിനു വേണ്ടി 1/2 കിലോ ഞണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞണ്ട് കഴുകി വൃത്തിയാക്കി ചെറുതായി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഞണ്ട് കറി, നല്ല ഗ്രേവിയോട് കൂടിയ ഞണ്ട് കറി. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഒരു ചട്ടിയിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അരമുറി തേങ്ങ ചിരവിയത് ചേർക്കണം. ഇതൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. വറുക്കേണ്ട സമയത്ത് ഇതിലേക്ക് 1 പിടി കറിവേപ്പില, 1 നുള്ള് ഉലുവ ഇതും ചേർത്ത് നന്നായി ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കണം. തേങ്ങയുടെ നിറം മാറി ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ കരിയാതെ വറുത്തെടുക്കണം. തീ അധികം വയ്ക്കരുത്, ചെറുതീയിൽ തന്നെ ഇതൊന്ന് വറുത്ത് കോരണം. വറുത്ത് കോരി മാറ്റി ഈ ചട്ടിയിലേക്ക് തന്നെയാണ് നമ്മൾ സവാളയും ഉള്ളിയും വഴറ്റി കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ 1 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായി ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. വഴറ്റുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി എന്നിവ ചതച്ചതും 2 ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. 1 പിടി കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർക്കേണ്ടതാണ്. 1 മീഡിയം സൈസ് തക്കാളി പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് ചേർത്ത് വഴറ്റണം. 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റി ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ തന്നെ കറിക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. ഈ കറി ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കണേ. 1 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കണം. കുരുമുളക് പൊടി 1 സ്പൂൺ ചേർക്കണം. അപ്പോഴാണ് നമ്മുടെ കറി നല്ല അടിപൊളി സ്പൈസിയായി മാറുന്നത്. ഞണ്ട് കറി ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് കറി വറ്റാൻ വേണ്ടി നമ്മൾ മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കി ആവശ്യത്തിന് ചേർക്കേണ്ടതാണ്. അപ്പോൾ ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ട്. കറി നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ കറി. താങ്ക് യു ഫ്രണ്ട്സ്.